അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ മാർക്കറ്റിൽ പോയ സമയത്തെ നല്ല ആടിൻ്റെ പാർട്സുകൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ഫ്രഷ് ആയിട്ടുള്ളത് കാണുമ്പോൾ തന്നെ വായിലിങ്ങനെ വെള്ളം വരും, അത്ര രസമാണ്. അതങ്ങനെ തന്നെ വീട്ടിൽ വന്നിട്ട് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കാതെ അപ്പോഴും തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്നതിൻ്റെ ഒരു ഹരം എന്ന് പറയുന്നത് ഇതൊരു വേറെ തന്നെ ആണല്ലോ അല്ലേ. അപ്പോൾ ഇതാണ്ടേ മാർക്കറ്റിൽ പോയിട്ട് അത് വാങ്ങിക്കൊണ്ടുവന്നു. തിരിച്ച് വീട്ടിലെത്തിയ പാടന്നെ അത് കഴുകി നേരെ വെക്കാൻ വേണ്ടി പുറപ്പെട്ടു. ആടിൻ്റെ ഈ ഒരു പാർട്സ് എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റാണ്, അതിൻ്റെ കഴുത്ത് ഭാഗമൊക്കെ. അപ്പോൾ അതിലോട്ടേക്ക് നമുക്ക് വേണ്ടത് 2 വലിയുള്ളി അരിഞ്ഞത്, 2 തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെള്ളുള്ളി ചതച്ചത്, കറിവേപ്പില. കുക്കറിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുരുമുളക് വേണം, അതൊന്ന് പൊടിച്ചെടുക്കട്ടെ. അപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്തെടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തെടുക്കാം, അല്പം മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കാം, 2 ടീസ്പൂൺ കുരുമുളകും പൊടിയും കൂടെ ചേർത്തിട്ട് ശരിക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു പാർട്സും കൂടെ അതിൽ ചേർത്തിട്ട് വഴറ്റാട്ടോ. ഇനി നമുക്കിതിലേക്ക് ബിരിയാണി മസാലപ്പൊടി വേണം, അതൊരല്പം മതി, 1/4 ടീസ്പൂണ്. 1 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് മിക്സ് ആക്കട്ടെ. ഇനി ഇതിലേക്ക് സ്പെഷ്യൽ എന്ന് പറയുന്നത് തേങ്ങ ചിരകിയതാണ്. 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി മറക്കല്ലേ. എന്നിട്ട് എല്ലാം കൂടെ കൂടിയിട്ട് നമുക്കിതൊന്ന് വിസിൽ വരുത്താം. 7 വിസിൽ അത്ര വരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതാണ്ട് നമ്മുടെ പാർട്സിൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ്. ഇതുപോലെ തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. പൊറാട്ടൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ, കണ്ണച്ചത്തിരിൻ്റെ കൂടെ പൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എന്തായാലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്യുക. എന്ത് സിമ്പിളായിട്ടാണല്ലേ നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കിയത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ബൈ ബൈ, അസ്സലാമു അലൈക്കും.